മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ആരംഭിച്ചത്. മഹാകുംഭമേള നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിനായി എഴുന്നേറ്റപ്പോൾ മുതൽ പ്രതിപക്ഷം ബഹളം തുടങ്ങിയിരുന്നു. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി പറഞ്ഞു. 6 മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷികം, വ്യാവസായികം, തൊഴിൽ, ആരോഗ്യം, നികുതി, കായികം തുടങ്ങി എല്ലാ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ബജറ്റിന് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ ഓം ബിർളയും ഉറപ്പു നൽകിയിരുന്നു. ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. കർഷകർക്കായുള്ള പദ്ധതികളാണ് ധനമന്ത്രി ആദ്യം അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി ധനമന്ത്രി ധൻധാന്യ കൃഷി യോജന ബജറ്റിൽ അവതരിപ്പിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായവും നൽകുന്നതാണ്. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ഉണ്ടാവുക. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം ബീഹാറിനു വേണ്ടി തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ധനമന്ത്രി. ബീഹാറിനു വേണ്ടി മഖാന ബോർഡ് സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മഖാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമരവിത്ത്. ഇതിന്റെ ഉൽപാദനത്തിനു വേണ്ടി പ്രത്യേക ഗവേഷണ കേന്ദ്രം വേണമെന്ന് നേരത്തെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കി. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കുന്നതാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസന മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ഇന്നൊവേഷൻ ലബോറട്ടറീസ് സ്ഥാപിക്കുന്നതാണ്. കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുന്നതാണ്. ചെറുകിട, ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപ പിന്തുണ ഉറപ്പിക്കുന്നതാണ്. പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരുമെന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ബജറ്റ് അവതരണം നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. സ്പീക്കർ സഭയിലെത്തിയതിന് പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടങ്ങിയിരുന്നു. കുംഭമേള ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് ബജറ്റിന് ശേഷം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് സ്പീക്കർ അറിയിച്ചത്. എങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.